ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലേണിനോ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 ബോർഡ് എക്സാമിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. സോ ചാപ്റ്റർ എന്ന് പറയുന്നത് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ, സോ ലെറ്റ് us start. First question, using integration find the area enclosed by the ellipse x square by 9 plus y square by 4 is equal to 1. അപ്പോൾ നമുക്ക് എലിപ്സ് എൻക്ലോസ് ചെയ്യുന്ന ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ അതിന്റെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം, എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 അല്ലേ. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻസും കമ്പയർ ചെയ്താൽ നമുക്ക് കിട്ടും എ ഇസ് ഈക്വൽ ടു 3യും ബി ഇസ് ഈക്വൽ ടു 2. ഓക്കെ, ഇതിവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് വൈയുടെ എക്സ്പ്രഷൻ കണ്ടുപിടിക്കണം, കാരണം നമ്മൾ ഇന്റഗ്രൽ വൈ ഡി എക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. സോ വൈയുടെ ഇക്വേഷൻ ഇതിൽ നിന്ന് റീഅറേഞ്ച് ചെയ്ത് കണ്ടുപിടിക്കണം. സോ ആദ്യം തന്നെ വൈ സ്ക്വയർ ബൈ 4 സെക്കൻഡ് ടേം എഴുതുക, ഫസ്റ്റ് ടേം ആർച്ചസിൽ കൊണ്ട്. അപ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 9 ആണ്. y square by 4 is equal to 1 minus x square by 9. That is y square equal to, ഇവിടെ RHSൽ LCM എടുക്കാം. അപ്പോൾ എന്ത് വരും? 9 minus x square by 9 വരും. 9 minus x square by 9. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ സ്ക്വയർ റൂട്ട് വരില്ല. ഓക്കെ, ഇപ്പൊ സ്ക്വയർ റൂട്ട് എഴുതണ്ട, ലാസ്റ്റ് y കണ്ടുപിടിക്കുമ്പോൾ മാത്രം നമുക്ക് സ്ക്വയർ റൂട്ട് എടുത്താൽ മതി. സോ 4 by 9 ഇൻറ്റു ആ 9, ഈ ഔട്ട്സൈഡ് 9 ഇവിടെ 4ഉം കൂടി നമ്മൾ RHSൽ എടുക്കും. അപ്പോൾ 4 by 9 ഇൻറ്റു ബ്രാക്കറ്റിൽ 9 മൈനസ് എക്സ് സ്ക്വയർ വരും. ഇനി ഇതിൽ നിന്ന് y കണ്ടുപിടിക്കുക, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് നമുക്ക് ഈ ടേം വരും, അതായത് സ്ക്വയർ റൂട്ട് ഓഫ് 4 by 9 ഇൻറ്റു 9 മൈനസ് എക്സ് സ്ക്വയർ. ഇതിൽ ഈ റൂട്ട് ഓഫ് 4 by 9 എന്ന് പറയുന്നത് ഔട്ട്സൈഡ് എടുത്തു കഴിഞ്ഞാൽ 2/3 എന്ന് എഴുതി കൂടെ. അപ്പോൾ അതാണ് 2/3 ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് 9ന് പകരം 3 സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, അത്രയേ ഉള്ളൂ ചേഞ്ച്. സോ 2/3 ഇൻറ്റു റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇനി നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ പോകണം. സോ എലിപ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇന്റർസെപ്റ്റ്സും ഇതേപോലെ എ ആൻഡ് ബി ആണ്. സോ മൈനസ് എ പ്ലസ് എ, ബി മൈനസ് ബി. അപ്പൊ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ക്വാഡ്രന്റിലെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ 4 ടൈംസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏരിയ ത്രൂ ഔട്ട് കംപ്ലീറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഇന്റഗ്രൽ 0 ടു, അതായത് 4 ടൈംസ് ഇന്റഗ്രൽ 0 ടു, ഇവിടെ എ എന്ന് പറയുന്നത് 3 ആണ് അല്ലെ, എക്സിന്റെ ലിമിറ്റ് എന്നത് ഇന്റഗ്രൽ 0 ടു എ, അതായത് 0 ടു 3 വൈ ഡി എക്സ് ആണ് അല്ലെ. അതുകൊണ്ടാണ് വൈയുടെ എക്സ്പ്രഷൻ നേരത്തെ കണ്ടുപിടിച്ചത്. അപ്പൊ 4 ടൈംസ് ഇന്റഗ്രൽ 0 ടു 3 2/3 ഇൻറ്റു ഇപ്പൊ നമുക്ക് കിട്ടിയ വൈയില് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി ഈ എക്സ്പ്രഷൻ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാം. സോ ഇവിടെ ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇത് ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ്, പഠിച്ചു വെക്കുക. അതായത് 4 ഇൻറ്റു ഈ 2/3 ഔട്ട്സൈഡ് എടുക്കുക. അപ്പോൾ 4 ഇൻറ്റു 2/3 അവിടെ ഔട്ട്സൈഡ് തന്നെ എഴുതുക. എന്നിട്ട് ബാക്കി ടേംസ്, അതായത് ഇന്റഗ്രൽ ഓഫ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് എന്താ ഫോർമുല? x/2 ഇൻറ്റു റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ബൈ 2 ഇൻറ്റു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ ഇന്റഗ്രലിന്റെ ഫോർമുല ഇതാണ്. ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക 0 ടു 3. ഇനി നമ്മൾ 4 ഇൻറ്റു 2/3 ഔട്ട്സൈഡ് അങ്ങനെ എഴുതി, ദാറ്റ് ഈസ് 8/3. ഇനി ആ ഫോർമുല അപ്ലൈ ചെയ്യുക, x/2 റൂട്ട് ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a 3 ആണല്ലോ, 3 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പറഞ്ഞാൽ 3 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ 3. ഇനി 3/2. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക, അതായത് ഇവിടെ ശരിക്കും ലിമിറ്റ്സ് ഉണ്ട്, 0 ടു 3 ഉണ്ട്. ആ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം അപ്പർ ലിമിറ്റ് 3 കൊടുക്കുക. ഓക്കെ, 3 കൊടുക്കുമ്പോൾ ടേംസ് ചിലത് 0 ആവും, 0 കൊടുക്കുമ്പോൾ ചിലത് 0. അപ്പോൾ ഇവിടെ 0 കൊടുക്കുമ്പോൾ ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ ഫസ്റ്റ് ടേമും 0, സൈൻ ഇൻവേഴ്സ് 0 കൊടുത്താലും 0. അപ്പോൾ ലോവർ ലിമിറ്റ് കംപ്ലീറ്റ് ടേംസും 0, അപ്പർ ലിമിറ്റ് മാത്രം വരും. അപ്പർ ലിമിറ്റിൽ ഇതേപോലെ 3 എക്സ് എവിടെയുണ്ട് അവിടെ 3 കൊടുക്കുക. 3/2 റൂട്ട് ഓഫ് 3 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ വരും. അപ്പോൾ ഈ ടേമും 0 അല്ലെ. പ്ലസ് നെക്സ്റ്റ് ടേം എന്താ? 3 സ്ക്വയർ ബൈ 2 സൈൻ ഇൻവേഴ്സ് 3/3. ഇത് സൈൻ ഇൻവേഴ്സ് 1 അല്ലെ, 3/3 പറഞ്ഞാൽ 1. സൈൻ ഇൻവേഴ്സ് 1 എന്താ? π/2 ആണ്. സോ 8/3 ഫസ്റ്റ് ടേം 0 ആണ്, പ്ലസ് 3 സ്ക്വയർ ബൈ 2 ഇൻറ്റു π/2, അതായത് 8/3 ഇൻറ്റു 9π/4 കിട്ടും. ഈ 4ഉം 8ഉം ക്യാൻസൽ ചെയ്താൽ 2, 9ഉം 3ഉം പോയി കഴിഞ്ഞാൽ 3. സോ 6π സ്ക്വയർ യൂണിറ്റ്സ് ആണ് ഏരിയ വരെ. Next question, the area bounded by the curve y is equal to 2x between x equal to 0, x equal to 2 and x axis is. അതിന്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്ക് y is equal to 2x ആണ് കർവ് തന്നിരിക്കുന്നത്. എക്സിന്റെ ലിമിറ്റ്സും തന്നിട്ടുണ്ട് 0 ടു 2. സോ എന്ത് ചെയ്യണം? ഇന്റഗ്രൽ 0 ടു 2 y dx ആണ്, അതായത് ഇന്റഗ്രൽ 0 ടു 2, 0 ടു എക്ക് പകരം ഇവിടെ a എന്ന് പറഞ്ഞത് 2 തന്നിട്ടുണ്ട്.
സോ integral 0 to 2 y എന്ന് പറയുന്നത് 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക dx. ഇത് ജസ്റ്റ് 2 into x square by 2 ലിമിറ്റ്സ് 0 to 2 കൊടുക്കുക. ഫൈനലി 4 ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ y square equal to 9x, x equal to 2, x equal to 4 and the x axis in the first quadrant. Okay, അപ്പോൾ സ്പെസിഫിക് ആയി പറഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമുക്ക് y square equal to 9x ആണ് ഏരിയ തന്നിരിക്കുന്നത്. എക്സിന്റെ ലിമിറ്റ്സ് 2 to 4 തന്നിട്ടുണ്ട്. സോ ഇതാണ് ഗ്രാഫ് വരിക. അപ്പോൾ നമുക്ക് എക്സിന്റെ ലിമിറ്റ്സ് 2 to 4 തന്നിട്ടുണ്ട്. സോ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന റീജിയൻ ഇവിടുത്തെ ഏരിയ എൻക്ലോസ്ഡ് കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ? ഇനി y square equal to 9x ആണ് ഈ ഒരു പാരാബോളയുടെ ഇക്വേഷൻ. അപ്പോൾ റിക്വയർഡ് ഏരിയ എന്താ വരിക? ഇന്റഗ്രൽ 2 to 4 y dx. ഇവിടെ y എന്ന് പറയുന്നത് എന്താ? y square is equal to 9x ആണ്. അപ്പോൾ അതിൽ നിന്ന് y എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എടുക്കുക. റൂട്ട് 9x വരും. റൂട്ട് 9 3 ആണ്. സോ 3 റൂട്ട് എക്സ്. അതാണ് ഇവിടെ 3 റൂട്ട് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഇന്റഗ്രേറ്റ് ചെയ്യുക. 3 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ 3 ഇൻറ്റു എക്സ് റേസ് റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റേസ് ടു ഹാഫ് ആണ്. സോ x raised to n plus 1 by n plus 1 എന്താ? x raised to 3 by 2 by 3 by 2. എന്നിട്ട് ലിമിറ്റ്സ് അപ്ലൈ ചെയ്യുക. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 4. സോ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് 16 മൈനസ് 4 റൂട്ട് 2 കിട്ടും. അതായത് ഇവിടെ ഇപ്പോൾ ഈ 3യും 3യും ക്യാൻസൽ ആവും. ഈ 2 മുകളിലേക്ക് വരും. സോ 2 അവിടെ ഇരിക്കട്ടെ. ബാക്കി x raised to 3 by 2 എന്ന് പറയുന്നത് നമ്മൾ ആദ്യം അപ്പർ ലിമിറ്റ് കൊടുക്കുക. അപ്പോൾ 4 raised to 3 by 2 മൈനസ് ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 2 raised to 3 by 2. സോ 2 ഇൻറ്റു ഈ 4 raised to 3 by 2 പറഞ്ഞാൽ എന്താ? 4 ക്യൂബിന്റെ റൂട്ടാണ്. അതേപോലെ 2 ക്യൂബിന്റെ റൂട്ടാണ് 2 raised to 3 by 2. ഓക്കെ, ഈ 4 ക്യൂബിന്റെ റൂട്ട് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 ക്യൂബ് എന്താ? 4 into 4 into 4 4 root 4 വരും. അതായത് 4 into 2 8. അതേപോലെ റൂട്ട് ഓഫ് 2 ക്യൂബ് എന്താ? 2 root 2 വരും. അതായത് ഇൻറ്റു 2 ഔട്ട് സൈഡ് ഉണ്ട്. ആ 2 ലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 16 മൈനസ് 4 റൂട്ട് 2. അതാണ് ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് y square equal to x and the lines x equal to 1 and x equal to 4 and x axis. Okay, second question, find the area of the region bounded by two parabolas y equal to x square and y square equal to x. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏരിയ ചോദിച്ചിട്ടുണ്ട്. y square equal to x ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ y square equal to x ൽ y എന്താ? റൂട്ട് x ആണ്. എക്സിന്റെ ലിമിറ്റ്സ് തന്നിട്ടുണ്ട് 1 to 4 ആണ്. സോ അത് ഡയറക്റ്റ്ലി അപ്ലൈ ചെയ്യാം. ഇന്റഗ്രൽ 1 to 4 റൂട്ട് x dx. റൂട്ട് x എന്ന് പറഞ്ഞാൽ x raised to half. അപ്പോൾ x raised to 3 by 2 by 3 by 2 വരും. 1 to 4 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 14 by 3 സ്ക്വയർ യൂണിറ്റ്സ് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ദ ഏരിയ ബൗണ്ടഡ് ബിറ്റ്വീൻ ടു പാരാബോളാസ് y equal to x സ്ക്വയറും y square equal to x ഉം. സോ നമ്മുടെ രണ്ട് കർവ്സ് തന്നിട്ടുണ്ട്. y equal to x സ്ക്വയറും y square is equal to x ഉം. ഓക്കെ, ഇത് രണ്ടിന്റെ ഇടയിലുള്ള ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോർമലി രണ്ട് കർവ്സ് ഉണ്ടെങ്കിൽ ആ രണ്ട് കർവ്സിന്റെ ഇടയിലുള്ള ഇൻ ബിറ്റ്വീൻ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ഇന്റഗ്രൽ a to b f of x മൈനസ് g of x dx ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ f of x എന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ y is equal to റൂട്ട് എക്സും ഇവിടെ y is equal to x സ്ക്വയറും. ഓക്കെ, ഇപ്പോൾ റൂട്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് വരിക. സോ ജസ്റ്റ് ഗ്രാഫ് ഒന്ന് റഫായിട്ട് വരച്ച് നോക്കുകയാണെങ്കിൽ എങ്ങനെ രണ്ട് ഗ്രാഫ്സ് വരിക? നമുക്കറിയാം y square is equal to x എന്ന് പറയുമ്പോൾ okay, y square is equal to x. ഇനി x square is equal to y. okay, അപ്പോൾ x square is equal to y. ഇതാണ് രണ്ട് കർവ്സ്. ഇതിന്റെ ഇടയിലുള്ള റീജിയൻ ആ ഒരു ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ലിമിറ്റ് ഒന്നും തന്നിട്ടില്ല. ജനറൽ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും അപ്പോൾ ലിമിറ്റ് എന്താ വരിക? ഇവിടെ ഇപ്പോൾ ഒറിജിൻ പറയുന്നത് 0 ആൻഡ് ദിസ് വൺ ഈ ഒരു വാല്യൂ ഈ ഒരു പോയിന്റ് നമുക്ക് കണ്ടുപിടിക്കണം എക്സിന്റെ. ക്ലിയർ ആയല്ലോ? അപ്പോൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആദ്യം തന്നെ ഈ എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് മനസ്സിലായോ? കാരണം നമുക്ക് ഈ ഒരു കർവ് എന്ന് പറയുന്നത് എന്താ? y square equal to x ആണ്. അതായത് y is equal to root x ആണ്. അപ്പോൾ അതും x ആക്സിസും തമ്മിലുള്ള റീജിയൻ മൈനസ് ഈ പറഞ്ഞ കർവ് അതും x ആക്സിസും തമ്മിലുള്ള റീജിയൻ, ഇത് രണ്ടും സബ്ട്രാക്ട് ചെയ്താലാണ് നമുക്ക്
ആക്ച്വൽ ഈ രണ്ട് കേർവ്സിന്റെ ഇടയിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. സോ ആ അപ്പർ കേർവ് എന്ന് പറയുന്നത് y സ്ക്വയർ എക്സ് ആണ്, അതായത് y ഈക്വൽ ടു റൂട്ട് എക്സ് ആണ്. അതുകൊണ്ടാണ് അത് ഫസ്റ്റ് ഫംഗ്ഷൻ എടുത്തത്. മൈനസ് അതർ കേർവ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഈക്വൽ ടു y, അവിടെ y എന്താ എക്സ് സ്ക്വയർ ആണ്. സോ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. ഇനി നമുക്ക് എക്സിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം, ഈ ഒരു വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പോയിന്റ് എന്ന് പറയുന്നത് കോമൺ, ആ ഒരു ഇന്റർസെക്ഷൻ പോയിന്റിൽ രണ്ട് കേർവ്സും അതായത് മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താ, രണ്ടിന്റെ ഇക്വേഷൻസും നമുക്ക് ഇതുപോലെ ഏതെങ്കിലും ഒരു വേരിയബിൾ വേറൊരു വേരിയബിളിന്റെ ടേംസിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ആവശ്യം ഏതാ എക്സ് ആണ്. സോ വൈനെ എലിമിനേറ്റ് ചെയ്യുക, എന്നിട്ട് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് കാരണം എന്താ, ഈ ഒരു കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ രണ്ട് കേർവ്സും മീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോ ആ വാല്യൂ സാറ്റിസ്ഫൈ ചെയ്യും രണ്ട് ഇക്വേഷൻസും. അപ്പോൾ നമ്മൾ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു വൈയും പിന്നെ വൈ സ്ക്വയർ ഈക്വൽ ടു എക്സും. അപ്പോൾ ഇങ്ങനെയാണ് രണ്ട് ഇക്വേഷൻസ് ഉള്ളത്. സോ ബേസിക്കലി വൈ സ്ക്വയർ ഈക്വൽ ടു എക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ ആണെന്ന് നമുക്കറിയാലോ, അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് y ആണ് എക്സ് സ്ക്വയർ, അപ്പോൾ y സ്ക്വയർ എന്താവും, എക്സ് സ്ക്വയർ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് കിട്ടും. ക്ലിയർ ആയല്ലോ. ഇനി ഇത് എക്സ് റേസ് ടു 4, ഇനി എക്സിനെ LHS എടുക്കാം, മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു 0. അതായത് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. അപ്പം ഇതിന്റെ മീനിങ് എന്താ, എക്സ് ഈക്വൽ ടു 0 ഒരു വാല്യൂ, ദെൻ എക്സ് ക്യൂബ് മൈനസ് 1 ഈക്വൽ ടു 0, അതായത് എക്സ് ഈക്വൽ ടു 1 അതർ വാല്യൂ. അപ്പോൾ 0,1 ഇതാണ് എക്സിന്റെ വാല്യൂ കിട്ടുന്നത്. 0 ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഒറിജിനുള്ള പോയിന്റ്, അപ്പോൾ അതർ പോയിന്റ് എന്താ 1 ആണ്. ക്ലിയർ ആയല്ലോ. അങ്ങനെയാണ് ഈ 0 to 1 കിട്ടുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ലിമിറ്റ് കിട്ടാതെ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇന്റഗ്രൽ റൂട്ട് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് പറയുന്നത് റൂട്ട് എക്സിന്റെ ഇന്റഗ്രൽ എക്സ് റേസ് ടു 3/2/3/2, എക്സ് സ്ക്വയറിന്റെ ഇന്റഗ്രൽ എക്സ് ക്യൂബ് ബൈ 3, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0 to 1 ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഫൈനലി 1/3 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ കിട്ടുക. Next question, area bounded by the curve y is equal to f of x, x axis and the lines x equal to a and x equal to b is, options തന്നിരിക്കുന്നത് a integral a to b x dy, b integral a to b y dx, c integral a to b x square dy and d integral a to b y square dx. ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചിട്ടുള്ളത്. ഏരിയ ബൗണ്ടഡ് ബൈ ദ കർവ് y is equal to f of x, പിന്നെ എക്സ് ആക്സിസ് അതും തമ്മിലുള്ള ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സിന്റെ ലിമിറ്റ്സും തന്നിട്ടുണ്ട് a to b. അപ്പോൾ നോർമലി നമ്മൾ എങ്ങനെ ഇത്രയും നേരം അപ്ലൈ ചെയ്ത പോലെ തന്നെ ജനറൽ ആയിട്ട് നമ്മൾ എന്താ പറയാറ്, ഇന്റഗ്രൽ a to b y dx ആണ്. അതിൽ y ഇൻ ടേംസ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എക്സിന്റെ ലിമിറ്റ്സ് അപ്ലൈ ചെയ്ത് ഇന്റഗ്രേറ്റ്. ക്ലിയർ ആയോ? സോ ഇന്റഗ്രൽ a to b y dx അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതിന്റെ സെക്കൻഡ് പാർട്ടാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതായത് ഫ്രം ദ ഫോളോയിങ് ഫിഗർ ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ്സ് y is equal to sin x, y is equal to cos x and x axis as x varies from 0 to pi/2. ക്ലിയർ ആയല്ലോ. അതായത് രണ്ട് കേർവ്സ് തന്നിട്ടുണ്ട്, y is equal to sin x ഒരു കേർവും y is equal to cos x ഒരു കേർവും. ഇനി ഇതും പിന്നെ എക്സ് ആക്സിസും തമ്മിലുള്ള ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിന്റെ ലിമിറ്റ് തന്നിരിക്കുന്നതോ 0 to pi/2. സോ 0 to pi/2 വരെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സൈൻ വേവും കോസ് വേവും നമുക്ക് അറിയാം അല്ലേ, നമ്മുടെ ആവശ്യമുള്ള ഒരു പോർഷൻ മാത്രം വരച്ചാൽ മതി. ഓക്കെ, ബാക്കി പാർട്ട് കൺസേൺഡ് അല്ല. സോ നമുക്ക് y is equal to cos x നമുക്കറിയാം, ഹാഫ് പാർട്ട് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് ഫ്രം ആ y ആക്സിസ് നിന്നാണ്. ആൻഡ് സൈൻ എക്സിന്റെ നമുക്കറിയാം ഒറിജിനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് 0 to pi/2 ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ 0 to pi/2 ആണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം 0 to pi/4 നമ്മുടെ കർവ് ഏതാ വരുന്നത്, ഈ ഒരു കർവ് ആണ് എടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമുക്ക് ഈ രണ്ട് കർവ്സും പിന്നെ എക്സ് ആക്സിസും, സോ ഈ ഏരിയ 0 to pi/2 വരെ കണ്ടുപിടിക്കണം. ക്ലിയർ ആയല്ലോ. അപ്പൊ അത് കാരണം നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് രണ്ട് റീജിയൻസ് ആയിട്ടാണ്, എന്നിട്ട് രണ്ടിനെ സം എടുക്കണം. അതായത് 0 to pi/4 വരെ ഈ ഒരു കർവ് ആണ് വരുന്നത് അല്ലെ, ദെൻ pi/4 to pi/2 ഈ ഒരു കർവ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് രണ്ട് ഇന്റർവെൽസ് ആയിട്ട് എടുക്കണം, കാരണം ഫംഗ്ഷൻ മാറുന്നുണ്ട്. സോ അത് കാരണം 0 to pi/4 ഈ കർവ് എന്ന് പറയുമ്പോൾ y is equal to sin x, അതായത് ഇന്റഗ്രൽ 0 to pi/4 sin x dx എടുക്കുക, പ്ലസ് ഇനി അടുത്ത കർവ് എന്ന് പറയുന്നത് cos x ആണ്, pi/4 to pi/2. സോ ഇന്റഗ്രൽ pi/4 to pi/2 cos x dx. ക്ലിയർ ആയല്ലോ. ഇനി sin x ന്റെ ഇന്റഗ്രൽ എന്താ, മൈനസ് cos x ആണ്, 0 to pi/4 അപ്ലൈ ചെയ്യുക, പ്ലസ് sin x, അതായത് cos x ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് sin x ആണ്, പ്ലസ് sin x ആണ്. ഇനി pi/4 to pi/2 ആണ് ലിമിറ്റ് വരിക. ഇനി നമ്മൾ ലിമിറ്റ്സ് അപ്ലൈ ചെയ്യും, മൈനസ് ഔട്ട്സൈഡ് എഴുതി, cos pi/4 മൈനസ് cos 0. ഓക്കെ, അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്, പ്ലസ് sin pi/4
4. അതായത് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പൈ ബൈ 2 ആണ് വരിക കേട്ടോ. സൈൻ പൈ ബൈ 2 മൈനസ് സൈൻ പൈ ബൈ 4. അതായത് നമുക്കിപ്പോൾ അതായത് പൈ ബൈ 4 മൈനസ് പൈ ബൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. പൈ ബൈ 4 ടു പൈ ബൈ 2 ആണ്. സോ പൈ ബൈ 2 മൈനസ് പൈ ബൈ 4. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് അല്ലേ. അപ്പോൾ പൈ ബൈ ഇതിലിപ്പോൾ രണ്ടും പൈ ബൈ 4 ആണ് എഴുതിയിരിക്കുന്നത്. സോ അത് കറക്റ്റ് ചെയ്യുക. സൈൻ പൈ ബൈ 2 മൈനസ് സൈൻ പൈ ബൈ 4. ക്ലിയർ ആയല്ലോ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. കോസ് പൈ ബൈ 4 എന്താ 1/√2. കോസ് 0 1 ആണ്. മൈനസ് ഒന്നും തെറ്റിപ്പോകരുത്, അങ്ങനെ കറക്റ്റ് ആയിട്ട് എഴുതുക. ദെൻ ഈ പ്ലസ് 1, അതായത് സൈൻ പൈ ബൈ 2 1 ആണ്. ദെൻ സൈൻ പൈ ബൈ 4 1/√2 ആണ്. ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. സോ ഇതാണ് ടേംസ് വരുന്നത്. ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞുതരാം. ഇവിടെ ഒരു കറക്ഷൻ ചെയ്യുക. ഇത് പൈ ബൈ 2 ആണ്. ദെൻ കറക്റ്റ് ആയിട്ട് ഈ മൈനസ് ഔട്ട്സൈഡ് എടുത്തു. ദെൻ കോസ് പൈ ബൈ 4 1/√2 മൈനസ് കോസ് 0 മൈനസ് 1 എഴുതി. ഇനി പ്ലസ് സൈൻ പൈ ബൈ 2 1 ആണ്. മൈനസ് സൈൻ പൈ ബൈ 4 1/√2 ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ മൈനസ് 1/√2 പ്ലസ് 1 പ്ലസ് 1 മൈനസ് 1/√2. അതായത് ഇവിടെ 2 മൈനസ് 2/√2 വരും. ഓക്കെ. ഈ √2 സ്ക്വയർ ആണ് 2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2 മൈനസ് √2 എന്ന് ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. ഓക്കെ. താങ്ക് യു.